ഒരിക്കൽ ജീവിതത്തിൽ വലിയ നിരാശ തോന്നിയ ഒരു യുവാവ് തൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഗുരു, എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ വില? എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പലരും പറയുന്നു. ഗുരു അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് തിളങ്ങുന്ന ചുവന്ന നിറമുള്ള ഒരു കല്ല് അവന് നൽകി. ഗുരു പറഞ്ഞു, നീ ഈ കല്ലുമായി മാർക്കറ്റിൽ പോയി നിൽക്കണം. ആരെങ്കിലും ഇതിൻ്റെ വില ചോദിച്ചാൽ നീ ഒന്നും മിണ്ടരുത്, പകരം 2 വിരൽ മാത്രം കാണിക്കണം. യുവാവ് ആ കല്ലുമായി മാർക്കറ്റിൽ പോയി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പ്രായമായ സ്ത്രീ വന്ന് ചോദിച്ചു, മോനെ, നല്ല ഭംഗിയുള്ള കല്ലാണല്ലോ, ഇതിന് എന്ത് വില വരും? ഗുരു പറഞ്ഞതുപോലെ അവനൊന്നും മിണ്ടാതെ 2 വിരൽ കാണിച്ചു. ആ സ്ത്രീ പറഞ്ഞു, ഓ, 20 രൂപയാണോ? എങ്കിൽ ഞാൻ അത് എടുത്തോളാം. അവൻ അത്ഭുതത്തോടെ കല്ല് വിൽക്കാതെ ഗുരുവിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് കാര്യം പറഞ്ഞു. ഗുരു പറഞ്ഞു, ശരി, ഇനി നീ ഈ കല്ലുമായി നഗരത്തിലെ മ്യൂസിയത്തിൽ പോയി നിൽക്കണം. അവിടെയും ആരെങ്കിലും വില ചോദിച്ചാൽ 2 വിരൽ മാത്രം കാണിക്കുക. അവൻ മ്യൂസിയത്തിൽ പോയി നിന്നു. നല്ല വസ്ത്രം ധരിച്ച ഒരാൾ വന്ന് കല്ലിൻ്റെ വില ചോദിച്ചു. അവൻ വീണ്ടും 2 വിരൽ കാണിച്ചു. അയാൾ പറഞ്ഞു, ഇത്രയും ഭംഗിയുള്ള കല്ലിന് 2000 രൂപയേ ഉള്ളൂ, എങ്കിൽ ഞാനത് വാങ്ങാം. അവൻ വീണ്ടും ഞെട്ടി. 20 രൂപ എന്ന് കരുതിയ കല്ലിന് ഇപ്പോൾ 2000 രൂപ. അവൻ കല്ല് വിൽക്കാതെ ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. ഗുരു പറഞ്ഞു, ഇനി അവസാനമായി നീ ഈ കല്ലുമായി നഗരത്തിലെ ഏറ്റവും വലിയ രത്നവ്യാപാരിയുടെ അടുത്തേക്ക് പോകണം. അവിടെയും 2 വിരൽ മാത്രം കാണിക്കുക. അവൻ രത്നവ്യാപാരിയുടെ അടുത്തെത്തി കല്ല് കാണിച്ചു. ആ കല്ല് കണ്ടതും വ്യാപാരി അത്ഭുതപ്പെട്ടു. അയാൾ അത് തിരിച്ചും മറിച്ചു നോക്കി പറഞ്ഞു, ഇത് അപൂർവങ്ങളിൽ അപൂർവമായ രത്നമാണല്ലോ. ഈ ലോകത്ത് തന്നെ ഇത്തരം കല്ലുകൾ കുറവാണ്. ഇതിനെന്താ വില? യുവാവ് പതിവ് പോലെ 2 വിരൽ കാണിച്ചു. വ്യാപാരി പറഞ്ഞു, എന്ത്, വെറും 2 ലക്ഷം രൂപയോ? ഞാൻ ഇപ്പോൾ തന്നെ ഇത് വാങ്ങാം. യുവാവിന് തൻ്റെ ചെവികളെ വിശ്വസിക്കാനായില്ല. അവൻ വേഗത്തിൽ ഗുരുവിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ശ്വാസം അടക്കി പിടിച്ച് അവൻ ചോദിച്ചു, ഗുരു, എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരേ കല്ലിന് 20 രൂപയും 2000 രൂപയും 2 ലക്ഷം രൂപയും വില വന്നത് എങ്ങനെയാണ്? ഗുരു ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നിന്റെ ജീവിതവും ഈ കല്ല് പോലെയാണ്. നീ ഒരു ചന്തയിലാണ് നിൽക്കുന്നതെങ്കിൽ നിനക്ക് 20 രൂപയുടെ വിലയെ ആളുകൾ നൽകൂ. എന്നാൽ നീ രത്നങ്ങളെ തിരിച്ചറിയുന്നവരുടെ കൂടെയാണ് നിൽക്കുന്നതെങ്കിൽ നിനക്ക് 2 ലക്ഷത്തിൻ്റെ വിലയുണ്ടാകും.